പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹവിശ്വാസികളെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ എറണാകുളം മങ്കമാലി അതിരൂപതയിലെ അരിഷ്ടത അനുഭവിക്കുന്ന വിശ്വാസികളെ, മെത്രാന്മാരെ, പട്ടക്കാരെ, ഏവർക്കും വന്ദനം. ഈ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി സംബന്ധമായ കുരിശുയുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്രം അവസാനിപ്പിക്കാനായിട്ട് എൻ്റെ പക്ഷത്ത് ഒരു നിർദ്ദേശമുണ്ട്. അതേവരെയും അറിയിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ദയവായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുകയും തുറന്ന മനസ്സോടെ, പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥന ആമുഖമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ ബലി അല്ലെങ്കിൽ ദിവ്യബലി അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ യൂക്രിസ്റ്റ് എന്ന വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഈ ഒരു സക്രമെന്റ്, അത് നാം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായി ആദ്യമായി പങ്കിടുകയാണ്. നിങ്ങൾ ആ സാഹചര്യം, അതായത് ഇപ്രകാരമുള്ള ഒരു ആചരണം നിങ്ങൾ നിർവഹിക്കണമെന്ന് യേശു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന കൃത്യമായ ലക്ഷ്യം കുറിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു സക്രമെന്റ് കൽപ്പിച്ചാക്കിയതിൻ്റെ ഉദ്ദേശം ആ സന്ദർഭത്തിൽ തന്നെ വ്യക്തമാണ്. താൻ തൻ്റെ ശിഷ്യന്മാരുമായി ഭൗതിക ശരീരത്തിൽ വേർപിരിയാൻ പോകുന്നു. അവർ തൻ്റെ അഭാവം അനുഭവിക്കാൻ പോകുന്നു. താൻ അവരുടെ കൂടെ ശരീരത്തിൽ ഭൗതികമായി ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ഇനി അങ്ങോട്ടുണ്ടാകുകയില്ല. ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടി അവർക്ക് നൽകിയ ഒരു പ്രത്യേകമായ ആത്മീയ അനുഭവമാണിത് എന്ന് ആ സന്ദർഭം അല്പം ഒന്ന് പരിശോധിച്ചാൽ ഏവർക്കും മനസ്സിലാകുന്നതാണ്. നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ശിഷ്യന്മാരിത് ചെയ്യാനാണ് പറഞ്ഞത്, പുരോഹിതന്മാരിത് ചെയ്യാൻ പറഞ്ഞിട്ടേയില്ല. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്? ഈ നിമിഷം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ശരീരത്തിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഇനി മേലാൽ അങ്ങനെയല്ല. ആ ഒരു അഭാവം നിങ്ങളെ നന്നേ വലയ്ക്കും അല്ലെങ്കിൽ അലട്ടും എനിക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ പരിഹാരത്തിനായി ഞാൻ ഇത് കൽപ്പിച്ചാക്കുന്നു. നിങ്ങൾ ഇത് ചെയ്യുവീൻ. ഇവിടെ തന്നെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം മറഞ്ഞിരിപ്പുണ്ട്. അത്ര മറഞ്ഞിരിക്കുകയല്ല, ഒന്ന് നോക്കിയാൽ, കണ്ണ് തുറന്ന് നോക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. കണ്ണടച്ചുകൊണ്ട് നോക്കിയാൽ പ്രയോജനമില്ല. സാധാരണ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ നാം കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ടാണ് നോക്കുന്നത്. എന്നിട്ട് പറയും കാണുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാലേ. കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാവുന്ന വിധത്തിൽ യേശു തന്നെ അവിടെ വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നല്ലത് മനസ്സിലാകുന്നതിന് ഞാനതിനെ വേറൊരു വിധത്തിൽ സാധാരണ ആരും ചെയ്യുവാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദിശയിൽ നിന്ന് ഞാനിതിനെ സമീപിക്കാൻ പോവുകയാണ്. നിങ്ങൾ പക്വതയുള്ളവരാണെന്നും കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വ ബോധമുള്ളവരാണെന്നും നന്നായി വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ധൈര്യപ്പെടുകയില്ല. ഒരു സഭയുടെ പുൾപിറ്റിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം പറയാൻ ധൈര്യപ്പെടുകയില്ല.
ഞാൻ സത്യം ആദ്യമേ നിങ്ങളോട് പറയട്ടെ. എന്താണ്, ഏത് കാഴ്ചപ്പാടിലാണ് ഞാനതിനെ സമീപിക്കാൻ പോകുന്നത്? യേശു കൽപ്പിച്ചാക്കിയ ഈ സക്രമം അത് ആത്മീയ ജീവിതത്തിൽ അർഹിക്കുന്ന സ്ഥാനം സ്ത്രീ പുരുഷ ബന്ധത്തിൽ ലൈംഗികതയ്ക്കുള്ള സ്ഥാനമാണ്. ഇത് പലരെയും ഞെട്ടിക്കാവുന്ന ഒരു വെളിപ്പെടുത്തലാകയാൽ അത് വിശദീകരിച്ച് വരുവാൻ എനിക്ക് കടമയുണ്ട്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാനതിന് ശ്രമിക്കട്ടെ. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന ഓൾബേ കമ്യൂ, ALBERT കമ്യൂ, CAMUS, പ്രൊനൗൺസ്ഡ് ആസ് ഓൾബേ കമ്യൂ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് റെബൽ. എന്താണ് പറയുന്നത്? പ്രതിഷേധി, എല്ലാറ്റിനോടും പ്രതികരിക്കുക, തൻ്റേതായ ശൈലിയിൽ, തൻ്റേതായ ലക്ഷ്യത്തിൽ, തൻ്റേതായ ആധികാരികതയിൽ വിയോജിക്കുക. വിയോജിതൻ, റെബൽ, വിയോജിതൻ, വിമതൻ. അതാണ് കുറച്ചുകൂടെ നല്ലത്. വിമതൻ. ആ പുസ്തകം നിങ്ങൾക്ക് ₹1 പോലും കൊടുക്കാതെ നെറ്റിൽ നിന്ന് ഡിജിറ്റൽ ഫോമിൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാൻ പോവുകയാണ്. അത് വെർബാറ്റിം കൊട്ടേഷൻ ആയിരിക്കില്ല. അദ്ദേഹം പറയുന്നത്, എവറി മെയിൽ lives tormented in his relationship with his woman because he knows that he can never completely own her. എല്ലാ പുരുഷന്മാരും തങ്ങളുടെ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ അസഹനീയമായ അസുരക്ഷിതത്വത്തിലാണ് കഴിയുന്നത്. കാരണം എന്താണ്? എല്ലാ പുരുഷന്മാർക്കും അറിയാം, തങ്ങളുടെ സ്ത്രീകളെ പൂർണ്ണമായും സ്വന്തമാക്കുവാൻ ലോകത്തിൽ ഒരു പുരുഷനും സാധ്യമല്ല. ഈ സ്ത്രീ എൻ്റേതാണ് എന്ന് പുരുഷന് ആത്യന്തികമായി അനുഭവപ്പെടുന്നത് അവളുമായുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടെയാണ്. That is why this relationship is universally considered the ultimate expression in mutual acceptance. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മതിയല്ലോ. എന്നാൽ അങ്ങനെയല്ല, ഇത് ആവർത്തിക്കപ്പെടണം. എന്താണ് അതിന് ആവർത്തിക്കപ്പെടേണ്ട ആവശ്യം? ആ ഒരു തോന്നൽ നൈമിഷികമാണ്. പുരുഷൻ ഒരിക്കലും, സ്ത്രീക്കും അങ്ങനെ തന്നെ, സ്ഥായിയായ ഒരു സുരക്ഷിതത്വം ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നതാണ് മനഃശാസ്ത്ര പണ്ഡിതന്മാരും ദാർശനികരും, സൈക്കോളജിസ്റ്റ് ആൻഡ് ഫിലോസഫേഴ്സ് ഒന്നുപോലെ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അനുഭവം ആവർത്തിച്ച് നിർവഹിക്കപ്പെടേണ്ട ആവശ്യം നിലനിൽക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും അവരുടെ ബന്ധം ആത്യന്തികമായി അഭേദ്യമായ അഖണ്ഡമായ പരസ്പര വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. സന്താനലബ്ധിക്ക് വേണ്ടി ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ അതിനാവശ്യം മനഃശാസ്ത്രപരമായി പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ഇത് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്. ഇത് എല്ലാ മനുഷ്യരുടെയും അസുരക്ഷിതാവസ്ഥ കൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടേണ്ടത്. ഓരോ ദിവസവും ആസ് ഫ്രീക്വൻ്റ്ലി ആസ് പോസിബിൾ ഇത് ആവർത്തിക്കപ്പെടുക. ഞാൻ നിൻ്റേത് മാത്രമാണ്, ഞാൻ നിന്നെ പരിപൂർണമായി സ്വീകരിക്കുന്നു എന്നുള്ള ഒരാശ്വാസം ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൽ മറ്റ് വൈകല്യങ്ങളുണ്ട്. അതിൻ്റെ നമ്മുടെ ഈ തരുണത്തിലെ പ്രശ്നമല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് മനസ്സിലാകുമെങ്കിൽ ഈ എൻ്റെ തൊണ്ടയ്ക്കുള്ള പ്രശ്നം എന്നെ നന്നായി അലട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്.
എന്തുകൊണ്ടാണ് സക്രമെന്റ് ആവർത്തിക്കപ്പെടേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് സക്രമെന്റ് ആവർത്തിച്ച് അനുഭവിക്കേണ്ട ആവശ്യം നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. പലരുടെയും വിചാരം ഞാൻ സക്രമെന്റ് കൈക്കൊള്ളുന്നു എന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ പരിപൂർണമായ പരസ്യ പ്രസ്താവനയാണ്. അങ്ങനെയല്ല. എനിക്ക് സ്ഥായിയായ വിശ്വാസമില്ല, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുരക്ഷിതത്വമില്ല, എൻ്റെ അടിത്തറ ബലഹീനമാണ് എന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രാഥമികമായ അർത്ഥം. നിങ്ങൾ അല്പമൊന്ന് ചിന്തിച്ചാൽ ഇത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പരസ്യമായി ഒരു കോൺഗ്രിഗേഷൻ എന്ന നിലയിൽ ഒരു സഭയുടെ ചട്ടക്കൂട് നിർദ്ദേശിക്കുന്ന പ്രകാരം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇത് ഒരു വിശ്വാസ കൂട്ടമായി നമുക്ക് യേശുവുമായി കാര്യമായ വ്യക്തിപരമായ ബന്ധമില്ല എന്നതിൻ്റെ പരസ്യമായ ഒരു പ്രകടനമാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. മനഃശാസ്ത്രപരമായി അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സഭാ നേതൃത്വം ഈ ഒരു സക്രമത്തിനെ, ദിവ്യബലി എന്നൊക്കെ എന്ന കാര്യത്തിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? തങ്ങളുടെ അധികാരം വിശ്വാസ സമൂഹത്തിൻ്റെ നെറ്റിയിൽ അടിച്ച് അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കാനുള്ള ഒരു അവകാശമായിട്ടാണ്. അതുകൊണ്ടാണ് സിനഡ് കൽപ്പിക്കുന്നത് പോലെ മാത്രമേ നിർവഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. സിനഡ് കൽപ്പിക്കുന്നതിന് അർത്ഥമുണ്ടോ, മൂളയുണ്ടോ, മനുഷ്യത്വമുണ്ടോ, അതോ പൊട്ടത്തരമാണോ, ഇതൊന്നും ചോദിക്കരുത്. കാരണം ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ആത്മീയവർദ്ധനമല്ല, സിനഡിൻ്റെ സെക്യൂരിറ്റി. ഒരു പുരുഷന് ലൈംഗിക ബന്ധത്തിൽ കൂടെ അവൻ്റെ സ്ത്രീയിൽ നിന്ന് നീ എൻ്റെ മേധാവിയാണേ എന്ന് പറയുന്ന അതേ തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുരുഷൻ്റെ ഇംഗിതത്തിന് എത്രമാത്രം നിരുപാധികമായ ഒരു സ്ത്രീ വിധേയപ്പെടുവാൻ ബാധ്യസ്ഥയാണ് എന്ന ഒരു സമൂഹവും സംസ്കാരവും കട്ടായം പിടിക്കുന്നുവോ അതുപോലെയുള്ള കട്ടായം പിടിക്കുകയാണ് ഈ സിനഡ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, അങ്ങനെ കട്ടായം പിടിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടാണ് ഈ സാമ്രാജ്യം പോലെയുള്ള ഈ സഭ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതിൽ ഉൾപ്പെട്ടു നിന്ന് അതിൻ്റെ ആനുകൂല്യം, അതായത് യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ നുണഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാളത്രയും ആ കൽപ്പനകൾ, ആ നിബന്ധനകൾ, ആ നിർദ്ദേശങ്ങൾ അപ്പടി ആചരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെന്ന് പറയുന്നത് സത്യസന്ധമല്ല. അത് നല്ലതാണെന്നല്ല ഞാനീ പറയുന്നത്, അതല്ലേ യേശുവിൻ്റെ മാർഗവുമായി ബന്ധമുണ്ടെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ സ്വമനസ്സാലെ നിങ്ങളിത് സ്വീകരിച്ചു. അത് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കത്തില്ലല്ലോ. അതിൻ്റെ ഗുണഫലം നിങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ തിക്തമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നു, അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ടാക്സ് കൊടുക്കാൻ മനസ്സില്ല. ഞാൻ ആലോചിച്ചപ്പോൾ അത് എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്, സർക്കാരിന് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. ടാക്സ് കൊടുക്കാൻ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും. അത് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സഭയും സർക്കാരും ഒന്നുപോലെയാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിലെ ആശയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി ഞാൻ പോകാൻ വഴി എന്താണെന്ന് പറഞ്ഞുതരാം. യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഭൗതിക വസ്തുക്കളാക്കി മാറ്റാതെ അത് വിശ്വാസത്തിൻ്റെ ഒരു വിരുന്നായി നാം കണക്കിലാക്കിയാൽ മതി. ഈ സക്രമെന്റ് വാസ്തവത്തിൽ നടക്കേണ്ടത് അങ്ങ് ദൂരെയല്ല, എൻ്റെ ഉള്ളിലാണ് നടക്കേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള സക്രമെന്റ് നടത്താൻ ഞാൻ മാത്രമാണ് പുരോഹിതൻ, ഞാൻ മാത്രമാണ് മെത്രാൻ, ഞാൻ മാത്രമാണ് പോപ്പ്. അത് എപ്രകാരം ഏത് വിധത്തിൽ നടത്തണമെന്ന് ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നത്. ലോകത്തിൽ ആർക്കും അതിന് അവകാശമില്ല.
യേശുവിൻ്റെ ശരീരരക്തങ്ങളോട് വിശ്വാസത്തിൽ ഞാൻ എപ്രകാരം പങ്കുചേരണം, ഞാനത് എപ്രകാരം അനുഭവിക്കണം, അതിനെപ്പറ്റിയുള്ള എൻ്റെ ദർശനം എന്തായിരിക്കണം എന്ന ഒരൊറ്റ വാക്ക് പറയാൻ ഒരു സിനഡിനോ ഒരു പോപ്പിനോ ഈ ലോകത്തിൽ അധികാരമില്ല. നിങ്ങൾ നിങ്ങളുടെ തല കൊണ്ട് അതിൻ്റെ കീഴെ കൊണ്ട് വെക്കുകയും അവൻ്റെ കാലെൻ്റെ തലയെ പൊടുക, അത് ശരിയല്ല, യുക്തിയില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ അടിമത്തത്തിൻ്റെ സാമ്രാജ്യം, ഈ അടിമത്തത്തിൻ്റെ വ്യവസ്ഥിതി, അതിൻ്റെ നിഷ്കർഷകളോടെ നിന്നോട്ടെ. എന്നാൽ അതിൽ നിന്നൊന്ന് അല്പം ഒന്ന് മാറി നിന്ന്, സഭ വിട്ടു പോകാനല്ല ഞാൻ ഈ പറയുന്നത്, ആരും എടുത്ത് ചാടരുത്. ഞാൻ പറയുന്നത് ഈ സഭ എൻ്റെ ജീവിതത്തിൻ്റെ 100% അടക്കി ഭരിക്കുന്നില്ലല്ലോ. ഇപ്പം ഞായറാഴ്ച ദിവസം വൈകിട്ടാകുമ്പോൾ യേശു അന്ത്യത്താഴമല്ലോ നടത്തിയത്. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ രാവിലെയൊക്കെ പോയി, സാരമില്ല, അങ്ങനെ പോയി, അങ്ങനെ ഉച്ചയ്ക്കാരമൊക്കെ കഴിച്ചു, വൈകിട്ടായി. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കയറി വ്യക്തികളായിട്ടോ ഒരു കുടുംബം ആഗമനമായിട്ടോ നിങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ തൻ്റെ ജനത്തിന് വേണ്ടി നൽകിയ ആ അപാരവും അതിപാവനവുമായ അവസ്ഥയെ വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ട് ആത്മാവിൻ്റെ അധരങ്ങളിൽ അത് ഞ്ഞുണഞ്ഞ് അനുഭവിക്കുന്ന ആ ഒരു അഭൗമമായ അവസ്ഥ, അത് പ്രാപിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വിലങ്ങെതിരെ നിൽക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഏത് സിനഡിൻ്റെ അധികാരമാണ് അല്ലെങ്കിൽ അനുവാദമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ വെറുതെ തമ്മിൽ തല്ലുകയല്ലേ, ഇതില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയല്ലേ? അവർ എന്തും കാണിച്ചു കൊള്ളട്ടെ, കിഴക്കോട്ട് തിരിഞ്ഞോ വലക്കോട്ട് തിരിഞ്ഞോ മേപ്പോട്ട് തിരിഞ്ഞോ കമന്ന് വീണോ 4 കാല് പറിച്ച് നിന്നോ ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ദിവ്യബലി നിങ്ങളുടെ ആത്മാവിൻ്റെ ബലിപീഠത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണത്. അതൊരു നിർവൃതിയുടെ അനുഭവമാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് സഭയിൽ ആരും നിങ്ങളോട് പറയുകയില്ല. പറഞ്ഞാൽ അവരുടെ സൂപ്പർ ബസാർ അന്ന് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു കോലാഹലമാണ്, അർത്ഥശൂന്യമായ കോലാഹലമാണ്. എല്ലാവരെയും അപമാനിക്കുവാനും ക്രിസ്തുവിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനും മാത്രം ഉപകരിക്കുന്ന ഒരു നികൃഷ്ടമായ കോലാഹലമാണ്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും SFIക്കാരും കൂടെ നടത്തുന്ന അതേ പ്രസ്ഥാനമാണ്. ആരിഫ് മുഹമ്മദ് ഖാന് ലാത്തിയുള്ള പോലീസുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഭീകരന്മാരാണെന്നും അവർ ടെററിസ്റ്റാണെന്നും അവിടെ തലയടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ കഴിയും. ധൈര്യം, ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ എന്ത് കുന്തം വരുമെന്നായി പറയുന്നത്? പോലീസുകാരില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാണിച്ചേ, അപ്പം സമ്മതിക്കാം. 500 പോലീസുകാർ നിർത്തിക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ഇറങ്ങി എല്ലാവരെയും മൂക്ക് ചീറ്റിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പീറത്തരമാണ്, ഒന്നാന്തരം പീറത്തരം. ഗവർണറാണെങ്കിലും തോട്ടിയാണെങ്കിലും കണക്കാണ്. പോട്ടെ, അതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ മനുഷ്യൻ കാണിക്കുന്ന കോമാളിത്തരം, കോപ്രാച്ചിത്തരമാണിത്, കോപ്രായങ്ങളാണിത്. മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അതിൽ അഭിമാനം കൊള്ളുന്ന അനേകം മലയാളികളുണ്ട് ഇവിടെ, ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. ഇതൊക്കെ ഒരു വിധത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഇടയിലും തഥൈവ. അതുകൊണ്ടാണ് ഇതെല്ലാം സമാനമാണ്. അതുകൊണ്ട് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നത്തിന് പരിപൂർണമായ പരിഹാരം കണ്ടെത്താൻ ഞാൻ പറയുന്ന ഒരൊറ്റ നിർദ്ദേശം മതി. അല്പം ആത്മീയമായ വെളിച്ചവും സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് പരിഗണിക്കണം. യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ആർക്കും കുത്തകയായി കൊടുത്തിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് നടിക്കുന്നവർ വെറും ഭോഷന്മാരും കള്ളന്മാരും തൊലിക്കട്ടി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നവരുമാണ്. അത് നിങ്ങൾക്കായി നൽകപ്പെട്ടതാണ്. അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും രോഗശാന്തിക്ക് വേണ്ടിയാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വിഴുങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത്?
അങ്ങനെ വാങ്ങി വിഴുങ്ങുന്നത് യേശുവുമായി ബന്ധമുള്ള അത് ദിവ്യബലിയല്ല, അത് സഭയുടെ ഒരു നാടകമാണ്. ഇത് സഭയുടെ ഒരു, ഞാൻ പണ്ട് മുൻപൊരു വീഡിയോ പറഞ്ഞതുപോലെ, ഇത് സഭയുടെ ഒരു വിശുദ്ധ മിമിക്രിയാണ്. അല്ല, അതിനകത്ത് യാതൊരു അർത്ഥവും ഇതിനകത്തില്ല. ഇത് കൈക്കൊള്ളുന്നതും കൈക്കൊള്ളാതിരിക്കുന്നതും നല്ലതാണ്, കൈക്കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ആത്യന്തികമായ ആത്മാർത്ഥമായ വിശ്വാസം. ഇത് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. യേശുവിൻ്റെ ശരീരരക്തങ്ങളെ വെച്ച് അതിൻ്റെ മേൽ പരസ്പരം കലഹിക്കുകയും മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ മാത്രം അതിൽ നിന്ന് പ്രചോദനം നേടുകയും ചെയ്യുന്നവനെ നാം എന്ത് വിളിക്കണം? യോഹന്നാൻ്റെ സുവിശേഷം 10 വാക്യത്തിൽ ഉത്തരവുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് അപ്പക്കഷ്ണം തിന്നുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമാകുമെന്നോ? എന്താണ് ഈ പറയുന്നത്? ഇത് ഭ്രാന്തല്ലെങ്കിൽ മറ്റെന്താണ് ഭ്രാന്ത്? എന്നാൽ ഭ്രാന്തിന് ശമനം വരുത്തുവാൻ ദൈവികമായ അധികാരമുള്ളവൻ പറയുന്നത് ശ്രദ്ധിപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസം കൈക്കൊള്ളുവാൻ എറണാകുളം അങ്കമാലി അതിരൂപയിലുള്ള വിശ്വാസ സഹോദരങ്ങൾക്ക് താമസം വിന ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.